നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സാഹോദര്യവും സമാധാനവും സ്നേഹവും സമഭാവനയും ഉണർത്തി ഒരു ക്രിസ്മസ് ദിനം ലോകമെങ്ങും ആഘോഷിച്ചു. മന്ത്രി കെ രാജൻ, BJP തമിഴ്നാട് മുൻ പ്രസിഡന്റ് അണ്ണാമലൈ എന്നിവർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെ സന്ദർശിച്ച് ക്രിസ്മസ് ആശംസകൾ നേർന്നു. പിയച്ചി ലൂർദ് മാതാപള്ളി, മച്ചാട് സെന്റ് ആന്റണീസ് പള്ളി, മാന്നാമംഗലം സെന്റ് ജെയിംസ് പള്ളി, മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളിയടക്കം എല്ലാ ദേവാലയങ്ങളിലും പാതിര കുർബാന നടന്നു. വെട്ടുകാട് ആശാദീപം വൃദ്ധസദനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെട്ടുകാട് 172 ബൂത്ത് കമ്മിറ്റി ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം ഉണർത്തുന്ന പുണ്യദിനം ക്രിസ്മസ്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രിസ്മസ് ആഘോഷിച്ചു. പുൽക്കൂടും നക്ഷത്രങ്ങളും ഒരുക്കി ക്രിസ്മസിനെ ആളുകൾ വരവേറ്റു. യേശുക്രിസ്തുവിന്റെ ജനനം അനുസ്മരിക്കപ്പെടുന്നു. മഞ്ഞിന്റെ കുളിരും നക്ഷത്ര തിളക്കവും പുൽക്കൂടിന്റെ പുതുമയും പാതിര കുർബാനയുടെ പവിത്രതയും പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളുമായി ക്രിസ്മസ് ആഘോഷത്തിന്റെ മാത്രമല്ല, ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും കൂടി ആഘോഷമാണ്. മധുര സ്മരണകളും കേട്ടുകേൾവി കഥകളുമായി വന്നടയുകയാണ് ക്രിസ്മസ് ദിനം. ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. തിരുപ്പിറവി അറിയിച്ച് ദേവാലയങ്ങളിൽ പാതിര കുർബാനകൾ നടന്നു. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കി ക്രിസ്മസ് ആഘോഷിച്ചു. സഹനത്തിന്റെയും അതിജീവനത്തിന്റെയും പാഠങ്ങൾ പകർന്ന് യേശുവിന്റെ പുൽക്കൂട്ടിലെ ജനനത്തിന്റെ ഓർമ്മ പുതുക്കി പള്ളികളിലും വീടുകളിലും പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും ആഴ്ചകൾക്ക് മുന്നേ ഒരുങ്ങി. സന്ദേശമറിയിച്ച് കാറൽ സംഘങ്ങൾ വീടുകളെത്തി. പരസ്പര സമ്മാനങ്ങൾ കൈമാറി ബന്ധങ്ങൾ പുതുക്കാൻ ഒത്തുകൂടാനുള്ള അവസരം കൂടിയായി ക്രിസ്മസ്. ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും മനസ്സിന് മധുരവും സമ്മാനിക്കുന്ന മനോഹരമായ കാലം കൂടിയാണ് ക്രിസ്മസ്. റവന്യൂ മന്ത്രി കെ രാജൻ തൃശൂർ അതിരൂപത ആസ്ഥാനത്തെത്തി ആൻഡ്രൂസ് താഴത്ത് പിതാവിന് ക്രിസ്മസ് ആശംസകൾ നേർന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം. എനിക്കിതിന്റെ ബാക്കി ഇനി ഇവർക്ക് സാധനങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ പീസ് കൊടുത്തല്ലോ. ഇവിടുന്ന് നമുക്ക് കേൾക്കാനും കഴിയുന്നില്ല. പകുതി പിടിച്ചാൽ ടീച്ചർ കൊടുത്ത എന്റെ സെക്രട്ടറി മന്ത്രിന്റെ ഇവര് രണ്ട് മക്കളും രണ്ടുപേരും അച്ഛനായി. കഴിഞ്ഞ ദിവസം BJP തമിഴ്നാട് മുൻ സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലൈ തൃശൂർ ബിഷപ്പ് ഹൌസിൽ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ സന്ദർശിച്ചു. ജില്ലയിലെ BJPയുടെ എല്ലാ മുതിർന്ന നേതാക്കളും അണ്ണാമലയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഏതാനും നിമിഷം ബിഷപ്പുമായി സൗഹൃദം പങ്കിട്ട് BJP സംഘം ബിഷപ്പ് ഹൌസിൽ നിന്ന് മടങ്ങി. Okay, thank you. You want to take a photo? He invited me to his house and such a celebration. And there are 20 bishops, 30 bishops and so many dignitaries. And Anand was Bengal governor also. We saw the pictures in the social media. Yeah, and they gave us very good. Vice President gave me a big present. All the participants, a big Christmas. Okay. ഇത് ഞാനല്ലേ തരട്ടെ.
Okay, please come, please come. Who will take this? Thank you, Another. Your residence is now in Chennai or in Coimbatore. You are near here. And the other day I met our Vice President Radhakrishnan, CP Radhakrishnan, and he invited me. He invited. പീച്ചി ലൂർദ് മാതാ പള്ളിയിൽ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷിച്ചു. ക്രിസ്മസിനോടനുബന്ധിച്ച് ബുധനാഴ്ച രാത്രി 11:30 തിരുപ്പിറവി ചടങ്ങുകൾ ആരംഭിച്ചു. 12 മണിയോടെ തിരുപ്പിറവി. ഉണ്ണിയേശുവിനെ കൊണ്ട് പള്ളിക്ക് മുൻപിൽ പ്രത്യേകം തയ്യാറാക്കിയ അഗ്നികുണ്ഡത്തിൽ ഫാദർ പ്രിന്റോ അഗ്നി സമർപ്പിച്ചു. വിശ്വാസികളെല്ലാവരും കുന്തിരിക്കം സമർപ്പിച്ചു. പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, പള്ളിക്കകത്ത് പിന്നീട് പ്രവേശിച്ച് തിരുസ്വരൂപം പ്രത്യേകം തയ്യാറാക്കിയ പുൽക്കൂട്ടിൽ വെച്ച് വിശുദ്ധ കുർബാന ആരംഭിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ പ്രിന്റോ കുളങ്ങര മുഖ്യ കാർമ്മികനായി. ബുധനാഴ്ച വൈകിട്ട് 8 മണി മുതൽ ഇടവക യൂണിറ്റുകളുടെ കരോൾ ഗാന മത്സരം നടന്നു. തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ക്രിസ്തുമസ് കേക്ക് മുറിച്ച് ആഘോഷിച്ചു. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം. മനം കവർന്ന് പീച്ചി ലൂർദ് മാതാ പള്ളിയിലെ പുൽക്കൂട്. ക്രിസ്തുമസ് രാവിൽ വെള്ള പുതച്ച് മഞ്ഞിൽ മനുഷ്യ മനം കവർന്നു പീച്ചി പള്ളിയുടെ പുൽക്കൂട്. ഇടവകയുടെ കൈക്കാരനും പ്രശസ്ത ശില്പിയുമായ സിജോ തെക്കിനിയത്തിന്റെ നേതൃത്വത്തിൽ 15,000 സ്ക്വയർ ഫീറ്റിൽ അതിഗംഭീര പുൽക്കൂട് നിർമ്മിച്ചു. ഇടവകയിലെ 17 യൂണിറ്റുകൾ ഒരുമിച്ച് 1 മാസം കൊണ്ടാണ് പുൽക്കൂട് പൂർത്തിയാക്കിയത്. ഈ മാസം 23-ന് ആരംഭിച്ച പുൽക്കൂട് നിർമ്മാണം ജനുവരി 21 വരെ ഉണ്ടായിരിക്കും. ഈ മാസം 23-ന് ആരംഭിച്ച പുൽക്കൂട് 2026 ജനുവരി 11 വരെ ഉണ്ടായിരിക്കും. തിരുനാളിനോടനുബന്ധിച്ച് മിനി കാർണിവലുമുണ്ട്. ജനുവരി 11 വരെ കാർണിവൽ നടക്കും.
മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ട്രീ ഗ്രാമം സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോജോ എടത്തുരുത്തി ക്രിസ്തുമസ് സന്ദേശം നൽകി. പള്ളി ഗ്രൗണ്ടിൽ ട്രീ ഗ്രാമത്തിൽ 26 യൂണിറ്റുകൾ പങ്കെടുത്ത സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് 1ാം സ്ഥാനവും സെന്റ് അഗസ്റ്റിൻ യൂണിറ്റ് 2ാം സ്ഥാനവും സെന്റ് പോൾ യൂണിറ്റ് 3ാം സ്ഥാനവും നേടി. ട്രീ ഗ്രാമത്തിന്റെ ഉദ്ഘാടനവും ക്രിസ്തുമസ് സന്ദേശവും ഇടവക വികാരി ഫാദർ ജോജോ എടത്തുരുത്തി നിർവഹിച്ചു. കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോജു എലുവത്തിങ്കൽ അധ്യക്ഷനായി. ട്രസ്റ്റിമാരായ രാജൻ കാട്ടുകുടി, നിക്സൺ ആലപ്പാട്ട്, ചാൾസ് ആലപ്പാട്ട്, ജോൺ കല്ലിയേൽ, കേന്ദ്ര സമിതി ഭാരവാഹികളായ ജോണി ചിറ്റിലപ്പള്ളി, ജോൺസൺ ചിറക്കേക്കാരൻ, ബ്രദർ ജിസ്മോൺ എന്നിവർ സംസാരിച്ചു. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനമായ ഉണ്ണീശോയുടെ തിരുപ്പിറവിയുടെ ആ സ്മരണയിൽ നിൽക്കുമ്പോൾ ഏവർക്കും മച്ചാട് ഇടവകയിൽ നിന്നും ക്രിസ്തുമസിൻ്റെയും ആഗതമാകുന്ന പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. ഈ ക്രിസ്തുമസും പുതുവത്സരവും എല്ലാവരുടെയും ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞതാകട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടുകൂടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇടവേള. Mediplas Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മാന്നാമംഗലം സെന്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ നടത്തിയ ക്രിസ്മസ് ദിന തിരുക്കർമ്മങ്ങൾക്ക് വികാരി ബേബി പോൾ മുഖ്യ കാർമ്മികനായി. ബുധനാഴ്ച വൈകിട്ട് സന്ധ്യ പ്രാർത്ഥനയോടെ തിരുപ്പിറവി ചടങ്ങുകൾക്ക് തുടക്കമായി. ഉണ്ണിയേശു ജനിച്ചപ്പോൾ ദിവ്യനക്ഷത്രം തെളിഞ്ഞതിന്റെ ഓർമ്മ പുതുക്കി തീവാലിച്ച ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വിശുദ്ധ കുർബാനയും ഉണ്ടായിരുന്നു. പള്ളി കമ്മിറ്റി ഭാരവാഹികളായ ജിജു P. വർഗീസ്, ജിബി വാരപ്പെട്ടിയിൽ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി.
എല്ലാ കാലത്തും എല്ലാ സമയത്തും ഉയരങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയുടെ സമാധാനവും നിരപ്പും മനുഷ്യർക്ക് നല്ല ശരണവും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. സർവശക്തിയുള്ള പിതാവും സ്വർഗീയ രാജാവും ശ്രേഷ്ഠവുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നിന്നെയും യേശുമിശിഹായ ഏകപുത്രനെയും ദൈവമായ കർത്താവായ വിസ്തൃതമായോടുകൂടി നിന്നെയും നിന്റെ സ്തുതിയുടെ വലിപ്പം നിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്നേഹത്തിന്റെ അവതാരമെന്ന് ഫാദർ ഡേവിസ് ചിറമൽ. സ്നേഹത്തിന്റെ അവതാരമാണ് ക്രിസ്മസ് എന്ന് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ. ജനിച്ച് മരണത്തിലേക്ക് പോകും വരെ നാം ലോകത്തോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു. ആ കടപ്പാട് തീർക്കലാണ് സ്നേഹം. തൃശൂർ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. നടൻ ഇർഷാദ് ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു, സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ, ട്രഷറർ TS നീലാംബരൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പ്രസ് ക്ലബ് പാട്ട് ക്ലബിന്റെ കരോദ്ഗാനം നടന്നു. CTV ക്യാമറമാനായിരുന്ന യോഹന്നാൻ ജേക്കബ് എന്ന കലാകാരൻ സ്വന്തം വീട്ടിൽ ഒരുക്കിയ പുൽക്കൂട് കാണാൻ നിരവധി ആളുകൾ കനകമലയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിക്കൊണ്ടിരിക്കുന്നു. ഡോൺ ബോസ്കോ യൂണിറ്റ് അംഗമായ യോഹന്നാൻ നോമ്പ് ആരംഭിച്ച ഡിസംബർ 1 മുതൽ 23 വരെ ഒറ്റ ദിവസവും മുടങ്ങാതെ പാഴ്വസ്തുക്കളും തെർമോക്കോളും ഉപയോഗിച്ച് പുൽക്കൂട് നിർമ്മിച്ചു. ഭാര്യ ഷൈനിയും പുൽക്കൂട് നിർമ്മാണത്തിൽ യോഹന്നാനെ സഹായിച്ചിരുന്നു. പുത്തൂർ ഫൊറോന ദേവാലയത്തിലെ തിരുപ്പിറവി ശുശ്രൂഷകൾ ബുധനാഴ്ച വൈകിട്ട് 8 മണിക്ക് യൂണിറ്റ് അടിസ്ഥാനത്തിൽ കരോൾ ഫെസ്റ്റിവലോടെ തുടർന്ന് വിശുദ്ധ കുർബാനയും തിരുക്കർമ്മങ്ങളും നടന്നു. ഫൊറോന വികാരി ഫാദർ ജോജു പനക്കൽ, അസിസ്റ്റന്റ് വികാരി റെജി, ഡീക്കൻ അഖിൽ എന്നിവർ നേതൃത്വം നൽകി. കുർബാനയ്ക്ക് ശേഷം കേക്ക് വിതരണം നടന്നു. സംഘടനകളുടെ ക്രിസ്മസ് ട്രീ കൈക്കാരന്മാർ സണ്ണി മാളിയേക്കൽ, വർഗീസ് കൊഴുക്കുള്ളിക്കാരൻ, സ്റ്റാൻലി വിജീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നു. പാപത്തിൻ മതിൽ നീക്കുകയും പരമാനന്ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെട്ടുകാട് 172 ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെട്ടുകാട് ആശാദീപം വൃദ്ധസദനത്തിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തി. പുത്തൂർ പഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പർ രേഖ ചാക്കോ, 5-ാം വാർഡ് മെമ്പർ മനു പുഴയ്ക്കൽ എന്നിവർ ചേർന്ന് അമ്മമാർക്ക് കേക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് സന്ദേശം നൽകി. ബൂത്ത് പ്രസിഡന്റ് ബേബി തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. ഒല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ, സുപ്പീരിയർ സിസ്റ്റർ ലളിത SJ, BC നീത എന്നിവർ സംസാരിച്ചു. റോബി പൊഴോലിപ്പറമ്പിൽ, സുരേഷ് കള്ളടത്തിൽ, സിബി തോമസ് മുല്ലപ്ലാക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു.
തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. മൂർക്കരക്കര സജി ഫാബ്രിക്സിൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വാർഷിക ക്ലിയറൻസ് സെയിൽ. ഡിസംബർ 1 മുതൽ 25 വരെ. മനം നിറയുന്ന വസ്ത്രങ്ങൾ കൈ നിറയെ വാങ്ങാനുള്ള അവസരം. യഥാർത്ഥ ഡിസ്കൗണ്ട് സെയിലിന്റെ വിശ്വാസം നേരിട്ടറിയൂ. ടോപ്പ്, കുർത്തീസ്, ഷർട്ട്, കിഡ്സ് വെയർ എന്നിവയുടെ ക്ലിയറൻസ് സെയിൽ. സാരി, റണ്ണിംഗ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ്, സ്പോർട്സ് വെയർ തുടങ്ങി ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ. സജി ഫാബ്രിക്സ്, മൂർക്കരക്കര. ഫോൺ 7306743585. വാർത്തകൾ തുടരുന്നു. വയോജനങ്ങൾക്ക് സാന്ത്വനമേകി തൃശൂർ റൂറൽ പോലീസ് മെഡിക്കൽ ഉപകരണങ്ങളും മരുന്നുകളും വിതരണം ചെയ്തു. കേരള സംസ്ഥാന പ്ലാൻ ഫണ്ടിൽ നിന്നും പ്രശാന്തി സീനിയർ സിറ്റിസൺ പദ്ധതി പ്രകാരം തൃശൂർ റൂറൽ പോലീസ് ജില്ലയ്ക്ക് അനുവദിച്ച 50,000 രൂപ വിനിയോഗിച്ച് ആരോഗ്യ പരിചരണത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാന പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പ്രശാന്തി സീനിയർ സിറ്റിസൺ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ വയോജനങ്ങൾക്കായി വിവിധ സഹായ പ്രവർത്തനങ്ങൾ തൃശൂർ റൂറൽ പോലീസ് നടപ്പിലാക്കി. പദ്ധതിക്ക് അനുവദിച്ച 50,000 രൂപ വിനിയോഗിച്ച് വയോജന പരിപാലനത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. റോഡരികിലെ കാടിനെ വൃന്ദാവനമാക്കി വൃന്ദാവൻ റെസിഡൻസ് അസോസിയേഷൻ. പൂവഞ്ചിറ ചൂലിപ്പാടം കനാൽ റോഡിന്റെ ഇരുഭാഗത്തുമുള്ള കാടിനെ വെട്ടി വൃത്തിയാക്കി മനോഹരമായി പൂന്തോട്ടം നിർമ്മിച്ച് മാതൃകയായിരിക്കുന്നു വൃന്ദാവൻ റെസിഡൻസ് അസോസിയേഷൻ. കനാലിന്റെ ഇരുപുറമുള്ള വീടുകൾ ചേർന്ന് 2 വർഷം മുൻപ് റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചു. സാമൂഹ്യ വിരുദ്ധരുടെയും വിഷജന്തുക്കളുടെയും കേന്ദ്രമായിരുന്ന റോഡരികിലെ കാട് ചെടികൾ റോഡിലേക്ക് മറിഞ്ഞു വീട് പടർന്നു കിടക്കുന്നതിനാൽ ഒരു സമയം ഒരു വാഹനത്തിന് മാത്രം കടന്നുപോകാൻ കഴിയുന്ന വിധം. ഏറ്റവും ഒടുവിൽ പ്രഭാത നടത്തത്തിന് പോയ നാട്ടുകാരിൽ ഒരാളെ പാമ്പ് കടിച്ചു. ഇതോടെ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ച് ആദ്യം ചെയ്തത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് റോഡിന് ഇരുവശത്തുമുള്ള കാട് പൂർണ്ണമായും നീക്കം ചെയ്തു. മണ്ണ് നിരത്തി പൂന്തോട്ടം നിർമ്മിച്ചു. പ്രതിവർഷം 60,000 രൂപ ഇതിന് ചിലവുണ്ട്. ഇന്ന് ആര് കണ്ടാലും നോക്കിപ്പോകുന്ന തരത്തിൽ വിവിധ ഇനം ചെടികളും പൂക്കളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന അനധികൃത കയ്യേറ്റ കൃഷിയെല്ലാം ഒഴിപ്പിക്കുകയും കൂടി ചെയ്തതോടെ റോഡ് മനോഹരവും വിശാലവുമായി. വൃന്ദാവൻ റെസിഡൻസ് അസോസിയേഷൻ ഇവിടെ രൂപീകരണമായിട്ട് ഏകദേശം 2 വർഷം 3 വർഷം പിന്നിട്ടു. ഈ 3 വർഷത്തിനോട് ഇടകൊണ്ട് ഇവിടെ ഈ പരിസര പ്രദേശം മൊത്തം കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ കാട് പിടിച്ച് ആളുകൾക്ക് വഴിയെ നടക്കാൻ പോലും പറ്റാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇങ്ങനൊരു അസോസിയേഷൻ ക്രമീകരിച്ച് ഇവിടെ ഈ പരിസരം നല്ല മനോഹരമാക്കി ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഭംഗിയാക്കാനിടയായി. അത് വലിയൊരു പോസിറ്റീവായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കൂടാതെ ലഹരി വിരുദ്ധ പ്രോഗ്രാം, അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ബഹുമാനപ്പെട്ട പോലീസ് ഇൻസ്പെക്ടർമാർ പീച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന് അതിനു വേണ്ടിയിട്ടുള്ള നേതൃത്വം കൊടുത്ത് ക്ലാസ്സുകളും പിന്നെ വാർഷികങ്ങളും പിന്നെ ഞങ്ങൾ ഈ അസോസിയേഷനിലുള്ള എല്ലാ കുടുംബങ്ങളും 26 വീട്ടുകാരുണ്ടായി. 26 വീട്ടുകാരും ചേർന്നിട്ട് ഒരു കൂട്ടായ്മയും ഓണത്തിനൊത്തുകൂടും. അതുപോലെ ആരുടെയെങ്കിലും ബർത്ത്ഡേകൾ ഉണ്ടെങ്കിൽ അതിനൊത്തുകൂടും. പിന്നെ ടൂർ പ്രോഗ്രാം എല്ലാവരും കൂടെ കൂടി ചേർന്ന് പോകും. പിന്നെ മറ്റ് രോഗികളായിട്ട് ആരെങ്കിലും കിടക്കയിലൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഞങ്ങൾ സഹായിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും വീട്ടിൽ പെട്ടെന്ന് മരണപ്പെട്ട ആരെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ അവർക്ക് നമ്മളൊരു ഞങ്ങളെ കഴിയാവുന്ന ഒരു ചെറിയൊരു ഫണ്ട് അവർക്ക് ഞങ്ങൾ കൊടുക്കും. അങ്ങനെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ അസോസിയേഷൻ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 26 വീട്ടുകാരുണ്ട്. ഈ വീടുകളോട് വരുമ്പോൾ ഈ കനാലിന്റെ ഈ സൈഡിലുള്ള എന്തായിരുന്നു അവസ്ഥ? ഈ കനാലിന്റെ സൈഡിലുള്ള അവസ്ഥ സത്യം പറഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകും. കാരണം ഒരു മനുഷ്യന് പോലും ഇതിലെ നടക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയായിരുന്നു. കാരണം ഉള്ള ആളുകളെല്ലാം ഇതിലെ കൈയേറിയിട്ട്
വാഴയും ചേമ്പും ചേന എന്ന് വേണ്ട ഭയങ്കര കാടായിട്ട് കിടക്കായിരുന്നു. ഇതിലെ ഒരു വണ്ടി ഒരു ഓട്ടോറിക്ഷ പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് ഒരു സൈക്കിൾ വന്നു കഴിഞ്ഞാൽ പോകാനുള്ള നിർവാഹം ഇല്ലാത്ത രീതിയിലായിരുന്നു ഈ വഴി മൊത്തം കിടന്നിരുന്നത്. പക്ഷെ അത് ഞങ്ങൾ ആ ഒരു പരിതാവസ്ഥ കണ്ടുകൊണ്ട് ഞങ്ങളതെല്ലാം ക്രമീകരിച്ച് ഇപ്പോൾ കണ്ടോ എത്ര മനോഹരമായിട്ടാണ് ഇവിടെ കിടക്കുന്നത് നോക്കി. ആര് വന്ന് കണ്ടാലും എല്ലാവരും ചോദിക്കും ഞങ്ങളോട്, ഇതാരാ ഇതിൻ്റെ? ഞങ്ങൾ പറയും ഞങ്ങൾ ചെറിയൊരു അസോസിയേഷൻ ഉണ്ട്, ഞങ്ങളാണ് ഇത് ഇത്രയും പരിപാലിക്കുന്നത്. അപ്പോൾ എല്ലാം കാണുന്ന എല്ലാവർക്കും വലിയ അത്ഭുതമാണ്. പരിസരം വൃത്തിഹീനമായിരുന്നു, അതൊക്കെ മാറ്റി ഇപ്പോൾ ഒരു പൂങ്കാവനം തന്നെ. അതെ, വൃന്ദാവനം എന്നാണല്ലോ ഞങ്ങളുടെ അസോസിയേഷന്റെ പേര് തന്നെ. ഞങ്ങളപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് വൃന്ദാവനം ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ. ഇവിടെ ഞങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ ചെടികൾ യുജീനിയ എന്ന് പറയുന്ന ചെടിയാണ്. അത് നല്ല കോസ്റ്റ് ആയിട്ടുള്ളൊരു ചെടിയാണ്. ഞങ്ങൾ ഒരു മൂട് തന്നെ വാങ്ങുമ്പോൾ 200-250 രൂപ വിലയുണ്ട്. അത്ര വലിപ്പത്തിലാണ് മേടിച്ചത്. അപ്പോൾ അതിനെ ഞങ്ങൾ ഓരോ വീട്ടിൽ നിന്നും ഓസ് ഈ റോഡിൻ്റെ അടിയിൽ കൂടെ നന്നാക്കുന്നതിന് മുമ്പ് തന്നെ പൈപ്പിട്ട് ഓരോ വീട്ടുകാരും അത് നനച്ച് ക്രമീകരണമാണ് ചെയ്ത് ഇത് പരിപാലിച്ച് പോകുന്നത്. തണൽമരം ഇത് സത്യത്തിൽ നല്ല വലിപ്പം വെക്കുന്ന മരമാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒത്തിരി വലിപ്പം വെച്ച് നമ്മൾ വിടുന്നില്ല. കാണുമ്പോൾ ഒരു ഭംഗി വേണമല്ലോ, അതുകൊണ്ടെല്ലാം വെട്ടി അറേഞ്ച് ചെയ്ത് നല്ലൊരു ഉദ്യാനത്തിന്റെ പിന്നെ ഇഷ്ടംപോലെ ആളുകൾ ഇതിൽ സ്വതന്ത്രമായിട്ട് നടക്കാനുള്ള ഒരു ഏരിയയും കൂടെ ഉണ്ടേ. അതാണ് തീർച്ചയായിട്ടും. ഇതിനു മുമ്പ് നമ്മൾ ഇതിലെ കാട് പിടിച്ച് കിടന്ന സമയത്ത് എല്ലാ ദിവസവും ഇതിൽ രാവിലെ 5 മണിക്കൊക്കെ വെളുപ്പിന് ഒത്തിരി നടപ്പുകാരുണ്ട്. അപ്പം നടക്കുന്ന സമയത്ത് ഒരാൾക്ക് പാമ്പ് കടി ഏൽക്കാനിടയായി. അപ്പോൾ അതൊരു വലിയൊരു ദുരനുഭവമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് വന്നത്. ഇതിന്റെ തുടക്കം വന്നിരുന്നത് ഞങ്ങളുടെ ആലക്കൻ ജോയിച്ചേട്ടനാണ്. ഇതിനു വേണ്ടി മുൻകൈ എടുത്ത് എല്ലാ വീട്ടുകാരും ഞങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രവർത്തനം തുടങ്ങണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഈ 26 വീട്ടുകാരും കൂടി അതിനുവേണ്ടി സഹകരിച്ച് ഇത് പൊക്കിളയും കൊണ്ടുവന്ന് എല്ലാ വാഴകളും തെങ്ങും ഇവിടെ നിന്നിരുന്ന എല്ലാ വൃക്ഷങ്ങളും ഞങ്ങൾ കളഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ചെടികളെല്ലാം വെച്ചത്. അസോസിയേഷൻ രൂപീകരിച്ച പിന്നെ ഇവിടെ ഈ അയൽക്കൂട്ടം പോലെ എല്ലാവരും എല്ലാ കാര്യത്തിലും സഹകരിച്ചാണ് പോകുന്നത്. ചെറിയ സംഖ്യകൾ ഞങ്ങൾ എടുത്ത് ഓരോ പ്രത്യേക പരിപാടിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ആരെങ്കിലും മരണപ്പെടുവോ രോഗികളായിട്ട് കിടപ്പുകയോ ചെയ്തെന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുന്ന ഒരു പദ്ധതികളിലൂടെ ഞങ്ങളിപ്പോൾ നോക്കുന്നുണ്ട്. അല്ലാണ്ട് എല്ലാ കാര്യത്തിലും ഭംഗിയായിട്ട് തന്നെ ഇവിടെ ആ ജോയിച്ചാറിൻ്റെ 10 തെങ്ങ് ഉണ്ടായിരുന്നു. ഏതാണ്ട് കായ്ക്കാറായ തെങ്ങുകളാണ്. അത് വെട്ടിക്കളഞ്ഞിട്ടാണ് ജോയിച്ചേട്ടൻ മുഖാന്തരം. അങ്ങനെ ഇവിടെ ആദ്യം വാഴ ചേമ്പ് ചേനയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കളഞ്ഞപ്പം ചിലർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ചിലരതിൽ നിന്ന് മാറിപ്പോയി. എങ്കിലും ബാക്കി ഇപ്പോഴും വളരെ ശക്തമായിട്ട് പുതിയ കുറച്ച് പേരിപ്പോൾ അംഗങ്ങളായി ചേർന്നിട്ടുണ്ട്. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യത്തിലും ഭംഗിയായിട്ട് ഈ പ്രസ്ഥാനം പോകുന്നുണ്ട്. ഈ ഉദ്യാനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ആകെ കാട് പിടിച്ച് കിടക്കുമായിരുന്നു ആദ്യത്തെ ഒരു അവസ്ഥയിൽ. കാട് പിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രാ സൗകര്യം വരെ വളരെ മോശമായിരുന്നു. അതിൽ നിന്നും മാറി ഞങ്ങളൊരു അസോസിയേഷൻ രൂപീകരിക്കുകയും വൃന്ദാവൻ റെസിഡൻസ് അസോസിയേഷൻ അങ്ങനെ രൂപീകരിച്ച് 26 വീട്ടുകാരും ഉണ്ടായിരുന്നു. ഇതിൽ അവരെല്ലാവരും കൂടി നമ്മൾ ഇവിടെ ഒരു ഉദ്യാനം നിർമ്മിക്കാം, അങ്ങനെ ഈ ഭാഗം നമുക്ക് നല്ല വൃത്തിയാക്കി മാറ്റിയെടുക്കാം എന്നുള്ള ഒരു ആശയം ഈ അസോസിയേഷനിൽ നിന്ന് വന്നു. അങ്ങനെ ഈ ഒരു അസോസിയേഷനിൽ നിന്നും എല്ലാവരും ചെടികൾ വെക്കാനായിട്ട് മുൻപോട്ട് വന്നു. അങ്ങനെ ഈ ഭാഗം ഈ കനാലിൻ്റെ ഒരു ഏരിയ ആകെ കാട് പിടിച്ച് അലക്ഷ്യമായി കിടക്കുമായിരുന്നു. ഉള്ള ആൾക്കാർ മുഴുവൻ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഇവിടെ ആകെ മോശം അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിനൊക്കെ മാറ്റി ഞങ്ങൾ നല്ല രീതിയിൽ ഇപ്പോൾ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സാഹോദര്യവും സമാധാനവും സ്നേഹവും സമഭാവനയും ഉണർത്തി ഒരു ക്രിസ്മസ് ദിനം ലോകമെങ്ങും ആഘോഷിച്ചു. മന്ത്രി കെ രാജൻ, ബിജെപി തമിഴ്നാട് മുൻ പ്രസിഡന്റ് അണ്ണാമലൈ എന്നിവർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെ സന്ദർശിച്ച് ക്രിസ്മസ് ആശംസകൾ നേർന്നു. പിയച്ചി ലൂർദ് മാതാപള്ളി, മച്ചാട് സെന്റ് ആന്റണീസ് പള്ളി, മാന്നാമംഗലം സെന്റ് ജെയിംസ് പള്ളി, മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളിയടക്കം എല്ലാ ദേവാലയങ്ങളിലും പാതിര കുർബാന നടന്നു. വെട്ടുകാട് ആശാദീപം വൃദ്ധസദനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെട്ടുകാട് 172 ബൂത്ത് കമ്മിറ്റി ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.